ഉത്തരക്കടലാസിൽ ഉത്തരത്തിന് പകരം സിനിമാ ഗാനങ്ങളും ജയിപ്പിക്കണം എന്നൊക്കെയുള്ള അഭ്യർത്ഥനയാണ് ചില ബിരുദർ എഴുതിയിട്ടുള്ളത്. ഒരു തമാശ കാണിച്ചുതരാം. നമ്മുടെ സ്കൂളിൽ ചെക്കിങ്ങിന് വേണ്ടി AU ഒക്കെ വരാറില്ലേ? അതുപോലെ ഉത്തർപ്രദേശിലെ ഒരു സ്കൂളിൽ ചെക്കിങ്ങിന് വേണ്ടി ഒരു ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ അവിടുത്തെ ടീച്ചറോട് ഇംഗ്ലീഷ് വായിപ്പിച്ചതാണ്. ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കി. ആദ്യം ഇത് കാണി, അത് കഴിഞ്ഞിട്ട് വേറൊരു തമാശ കാണിച്ചുതരാം. ഒരു ടീച്ചർ ഇംഗ്ലീഷ് വായിക്കുന്ന കോല. ഇംഗ്ലീഷ് വായിക്കാൻ പോലും കഴിയാത്ത ഒരു ടീച്ചർക്ക് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റുക? ഇമ്മീഡിയറ്റ് ആയിട്ട് ടീച്ചറെ സസ്പെൻഡ് ചെയ്യാനാ പറഞ്ഞേ. बीए तो पास हो, BTC तो की हो। कक्षा 8 मतलब कोई माने नहीं पूछ रहे हैं आपसे, इसका मैं अनुवाद करने में नहीं कह रहा हूँ, आप सिर्फ पढ़ने कह रहा हूँ, तो अनपढ़ हो सकता है ना। ഈ ടീച്ചർ ഇംഗ്ലീഷ് വായിച്ചാണ്ടല്ലേ? ഇനി ഇങ്ങനെയുള്ള ടീച്ചർമാരൊക്കെ പഠിപ്പിച്ച് പരീക്ഷ എഴുതിച്ച കുട്ടികളുടെ അവസ്ഥ ആണ്ടേ? അതാണ് ഏറ്റവും വലിയ രസം. ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കി. ഉത്തരക്കടലാസിൽ ഉത്തരത്തിന് പകരം സിനിമാ ഗാനങ്ങളും ജയിപ്പിക്കണം എന്നൊക്കെയുള്ള അഭ്യർത്ഥനയാണ് ചില ബിരുദർ എഴുതിയിട്ടുള്ളത്. ഈ ഉത്തരക്കടലാസുകൾ കണ്ട് മൂല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകർ അന്തം വിട്ടിരിക്കുകയാണ്. സുന്ദരമായ പ്രണയഗാനങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, നൂലിൽ കെട്ടിയ നോട്ട്, അങ്ങനെ UP-യിലെ ഉത്തരക്കടലാസിലെ വിദ്യാർത്ഥികളുടെ കരവിരുതാണ്. തലയിൽ കൈവച്ചിരിപ്പാണ് അധ്യാപകർ. ചോദിച്ച ചോദ്യങ്ങൾ ചിലർ കണ്ട ഭാവം പോലും നടിച്ചില്ല. സ്വന്തം പ്രണയത്തെക്കുറിച്ച് ദീർഘമായ കുറിപ്പാണ് ചിലർ എഴുതിയത്. എങ്ങനെയും ഒന്ന് ജയിപ്പിക്കണമെന്നും ഇല്ലേൽ പെണ്ണ് കെട്ടി വീട്ടിലിരിക്കേണ്ടി വരുമെന്നും ചിലരുടെ സങ്കടക്കുറിപ്പ്. ജയിച്ചില്ലെങ്കിൽ പിന്നെ പെണ്ണ് കിട്ടില്ലെന്നാണ് ചിലരുടെ എഴുത്ത്. ഫെബ്രുവരി 24 മുതൽ മാർച്ച് 12 വരെ നടന്ന ഉത്തർപ്രദേശ് മാധ്യമിക് ശിക്ഷാ പരിഷത്ത് പരീക്ഷയിലെ ഉത്തരക്കടലാസിലാണ് ഇவ்விதം അഭിപ്രായങ്ങൾ. 500-ന്റെയും നോട്ട് ഉത്തരക്കടലാസിൽ കെട്ടിയിട്ടാണ് ചിലരുടെ അഭ്യർത്ഥന. ഉത്തരക്കടലാസിലൂടെ കിട്ടിയ പണം മുഴുവൻ ട്രഷറിയിൽ അടക്കാനാണ് ഒടുവിൽ അധികൃതരുടെ ഉത്തരവ്. ഉത്തരങ്ങൾക്ക് പകരം തോന്നിയത് എഴുതി വെച്ചവരോട് ഒരു ദയയും വേണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്. CCTV അടക്കം സജ്ജീകരിച്ച കേന്ദ്രങ്ങളിലാണ് മൂല്യനിർണ്ണയം പുരോഗമിക്കുന്നത്. 30 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ന്യൂസ് ഡെസ്ക്. 30 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുള്ള ഒരു പരീക്ഷന്റെ അവസ്ഥയാണത്. എന്തായാലേ സമ്പൂർണ്ണ സാക്ഷരത.